Good morning, all. Our next topic is installment payment system. Installment payment system is a system of sale in which the price of the article is paid in installments along with interest on unpaid balance. Under the system, the buyer gets both possession and the ownership of the goods at the time of signing the agreement. അപ്പോൾ നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റം പറഞ്ഞു. നെക്സ്റ്റ് ടൈപ്പാണ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. ഇവിടെയും നമ്മളൊരു കാര്യം വാങ്ങിക്കുമ്പം അതിൻ്റെ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് പേ ചെയ്യുന്നത് അലോങ് വിത്ത് ഇൻട്രസ്റ്റ്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ഹിയർ ദ ബയർ ഗെറ്റ്സ് ബോത്ത് പൊസഷൻ ആൻഡ് ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദി എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ വാങ്ങുന്ന ആൾക്ക് വാങ്ങുന്ന ഗുഡ്സിൻ്റെ പൊസഷൻ അതിൻ്റെ കൂടെ തന്നെ ഓണർഷിപ്പും കിട്ടുന്നുണ്ട്. ഹയർ പർച്ചേസിലായിരിക്കുമ്പോൾ പൊസഷൻ മാത്രമായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ, ഓണർഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. സെക്കൻഡ്, പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. തേർഡ്, ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ബയർ ഇൻ ദ വെരി ബിഗിനിങ് ഓഫ് ദി കോൺട്രാക്റ്റ്. Fourth, the buyer cannot return the goods. Fifth, the buyer can transfer or pledge the goods because he is the owner. Sixth, when the buyer makes default in the payment of any installment, the seller cannot repossess the goods. The seller can only sue the court of law for the amount due. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് പറയുന്നത്? ഫസ്റ്റ്, കോൺട്രാക്റ്റ് ഓഫ് സെയിലാണ്, പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സിലാണ് കൊടുക്കുന്നത്. തേർഡ്, ഓണർഷിപ്പ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പിന്നെ ബയർക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഏതിലില്ല? ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലില്ല. അതേപോലെ ബയർക്ക് എന്ത് ചെയ്യാം? പ്ലെഡ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരാൾക്ക് വിൽക്കുകയോ ഒക്കെ ചെയ്യാം, ബിക്കോസ് ഹീ ഈസ് ദ ഓണർ. പിന്നെന്താണ്? വെൻ ദ ബയർ മേക്സ് ഡിഫോൾട്ട്, പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുമ്പം സെല്ലർക്ക് ഗുഡ്സ് തിരിച്ചെടുക്കാൻ, റീപ്രൊസസ്സ് ചെയ്യാൻ, ഹയർ പർച്ചേസ് സിസ്റ്റത്തിലെ പോലെ റീപ്രൊസസ്സ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പക്ഷെ എന്ത് ചെയ്യാം? കോടതിയിൽ സ്യൂ ചെയ്യാം, അതായത് കേസ് കൊടുക്കാം. ഇത്രയും പൈസ തരാനുണ്ട് എന്നുള്ള രീതിയിൽ കോടതിയിൽ കേസ് കൊടുക്കാമെന്നല്ലാതെ ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ ഇത്രയാണ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. ഓൾമോസ്റ്റ് എല്ലാ ഡിഫറൻസും ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഫീച്ചേഴ്സിൽ തന്നെ വരുന്നുണ്ട് അതിൻ്റെ ഡിഫറൻസൊക്കെ. ഫസ്റ്റ്, ഹയർ പർച്ചേസിൽ ആൻ എഗ്രിമെൻറ്റ് ഓഫ് ഹയർ, നമ്മളൊരു വാടകയ്ക്ക് എടുക്കും പോലെ അല്ലെങ്കിൽ ഹയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റിൽ എഗ്രിമെൻറ്റ് ഓഫ് സെയിലാണ്. പിന്നെ ബയർ ഗെറ്റ്സ് ഓൺലി പൊസഷൻ ഓഫ് ഗുഡ്സ്, ഇവിടെ പൊസഷനും ഓണർഷിപ്പും കിട്ടുന്നുണ്ട്. പിന്നെ if the buyer fails to pay any installment, the seller can repossess the goods. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രകാരം ഡിഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ, പേയ്മെൻറ്റിൽ ഡിഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ സെല്ലർക്ക് ഗുഡ്സ് റീപോസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇൻസ്റ്റാൾമെൻറ്റിൽ അതില്ല. പിന്നെ അങ്ങനെ ഡിഫോൾട്ട് വരികയാണെങ്കിൽ അതുവരെ പേ ചെയ്ത എമൗണ്ട് ഫോർഫീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹയർ ചാർജസ് ആയിട്ട് കണക്കാക്കാം. അതിന് പ്രത്യേകിച്ച് അത് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് ഗുഡ്സ് കീപ്പ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇൻസ്റ്റാൾമെൻറ്റിൽ വരുമ്പം, ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് പെയ്ഡ് ബൈ ദ ബയർ കനോട്ട് ബി ഫോർഫീറ്റഡ്. അങ്ങനെ ഒരു ഫോർഫീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർഫീറ്റ് ചെയ്യുന്നത് അത് ഉപേക്ഷിക്കുക, അതായത് അങ്ങനെ ഒരു പേയ്മെൻറ്റ് നടത്തിയതായി പരിഗണിക്കാതെ റീപ്രൊസസ് ചെയ്യാനുള്ള റൈറ്റ് ഹയർ പർച്ചേസറിൽ സെല്ലർക്കുണ്ട്. പക്ഷേ ഡിഫോൾട്ട് നടത്തിയാലാണെങ്കിൽ പോലും ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസിൽ അങ്ങനെ പറ്റില്ല. Next, the buyer cannot hire out, sell, transfer or pledge the goods until the full amount is paid. If does so, the transferee does not get better title on the goods. അതായത് കംപ്ലീറ്റ് പേയ്മെൻറ്റ് നടത്താതെ ആ ഹയർ പർച്ചേസിൽ വാങ്ങിയ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാനോ സെയിൽ ചെയ്യാനോ എന്നുള്ള റൈറ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെ സിക്സ്ത്, ഗുഡ്സ് സോൾഡ് ക്യാൻ ബി റിട്ടേൺഡ് ബൈ ദി ബയർ. ഹയർ പർച്ചേസറിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അത് റിട്ടേൺ ചെയ്യാൻ പറ്റും ബയർക്ക്. പക്ഷേ ഗുഡ്സ് വൺസ് സോൾഡ് കനോട്ട് ബി റിട്ടേൺഡ് ബൈ ദ ബയർ ഇൻ ദി കേസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ്. പിന്നെ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ് ഈസ് റിലേറ്റീവ്ലി ലെസ്. ഹയർ പർച്ചേസിലാകുമ്പോൾ ബാഡ് ഡെറ്റിൻ്റെ റിസ്ക് കുറവാണ്, കാരണം ബാഡ് ഡെറ്റ് വന്നാൽ ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് സെല്ലർക്കുണ്ട്. പക്ഷേ ബാഡ് ഡെറ്റിൻ്റെ റിസ്ക് കൂടുതലാണ് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസിൽ, കാരണം കോടതിയിലൊക്കെ പോകാമെന്നല്ലാതെ ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഇല്ല. നെക്സ്റ്റ്, ബയർ ഈസ് ലൈക്ക് എ ബെയിലി. ഹയർ പർച്ചേസറിൽ ബയർ എന്ന് പറഞ്ഞാൽ ഒരു ബെയിലിയെ പോലെയാണ്, ഒരു സൂക്ഷിപ്പുകാരൻ, ഒരു സാധനം സൂക്ഷിക്കാനുള്ള റൈറ്റ് മാത്രമുള്ള ആളെ പോലെയാണ്.
ഇൻസ്റ്റാൾമെൻറ്റിൽ ബയർ ഈസ് നോട്ട് ലൈക്ക് എ ബെയിലി. അത് അയാൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഓണർ ആവുന്നതുകൊണ്ട് തന്നെ ബെയിലിൻ്റെ ഒരു റോളല്ല ഉള്ളത്. ഇത്രയാണ് ഹയർ പർച്ചേസിൻ്റെയും ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസിൻ്റെയും ഡിഫറൻസ്. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസിലെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ദ ബയർ ക്രെഡിറ്റ്സ് ദ സെല്ലർ വിത്ത് ഫുൾ എമൗണ്ട് പേയബിൾ ടു ഹിം ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ഡെബിറ്റ്സ് ദ അസെറ്റ് വിത്ത് ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് വിത്ത് ടോട്ടൽ ഇൻട്രസ്റ്റ്. ദ ബയർ മെയിൻറ്റെയിൻസ് ദ അസെറ്റ് അക്കൗണ്ട് ഇൻ മാനർ സിമിലർ ടു ദാറ്റ് ഓഫ് ഹയർ പർച്ചേസ് സിസ്റ്റം. നമ്മൾ അക്കൗണ്ട്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ അതൊക്കെ അക്കൗണ്ടിൻ്റെ പേര് കുറച്ച് മാറും. അതേപോലെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എല്ലാത്തിലും ആദ്യമേ വരും. ആ ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ വരുള്ളൂ. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ സെയിം ആണ്. ദ സെല്ലർ ഡെബിറ്റ്സ് ദ ബയർ വിത്ത് ഫുൾ എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ട് വിത്ത് ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് വിത്ത് ടോട്ടൽ ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്കത് ജേർണൽ എൻട്രീസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ബയർ, അതായത് ഹയർ പർച്ചേസർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കേസാണ്. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ആയതുകൊണ്ടിട്ട് ബയർ എന്നാണ് പറയുന്നത്. ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ബയർ. അസറ്റ് വാങ്ങിക്കുമ്പം അസറ്റ് അക്കൗണ്ട്, ക്യാഷ് പ്രൈസിന് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, കാരണം നമുക്ക് അസറ്റ് കിട്ടുകയാണല്ലോ. പിന്നെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്, ടോട്ടൽ ഇൻട്രസ്റ്റ് നമ്മൾ എക്സ്പെൻസ് ആണത്. ടു വെൻഡേഴ്സ് അക്കൗണ്ട്, ആരുടെ അടുത്ത് നിന്നാണോ, അതായത് നമ്മൾ നേരത്തെ ഹയർ വെൻഡർ എന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടെ വെൻഡേഴ്സ് അക്കൗണ്ട് എന്നാണ് പറയുക. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെറ്റ്, ക്യാഷ് പ്രൈസ്, ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ്, ടു വെൻഡേഴ്സ് അക്കൗണ്ട്, ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് പ്രൈസ്. അതായത് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് പ്രൈസ്. പിന്നെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും കൂട്ടി ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. പിന്നെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു അസറ്റ്. പിന്നെ ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റും ക്ലോസ് ചെയ്യാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ. ഇതിൽ 3 മുതലുള്ള എൻട്രീസ്, അതായത് 3, 4, 5, 6 ഇത്രയും എൻട്രീസ് എല്ലാ ഇയറിലും റിപ്പീറ്റ് ചെയ്യും. അതായത് എൻട്രീസിൽ ജസ്റ്റ് പിന്നെ പേര് മാറുന്നേ ഉള്ളൂ, എൻട്രീസിൻ്റെ ഓർഡറൊക്കെ സെയിം ആണ്. ഹയർ വെൻഡർ എന്നുള്ളതിന് വെറും ഓൺലി വെൻഡർ എന്നാവും. അതേപോലെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെയാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ്. ഇൻട്രസ്റ്റ് ആദ്യമേ കാണിക്കും. അപ്പോൾ ഇത്രയാണ് ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ബയർ. നെക്സ്റ്റ് ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് വെൻഡർ. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം, ബയേഴ്സ് അക്കൗണ്ട്, അതായത് ഹയർ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നതിന് പകരം ബയേഴ്സ് അക്കൗണ്ട്, ടോട്ടൽ പ്രൈസ്, ടു സെയിൽസ് ക്യാഷ് പ്രൈസ്, ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്, ടോട്ടൽ ഇൻട്രസ്റ്റ്. സെയിൽസിന് എപ്പോഴും ക്രെഡിറ്റ് ആണ് ഉണ്ടാവുക. അതേപോലെ ഇൻട്രസ്റ്റ് സസ്പെൻസ് നമുക്ക് കിട്ടാനുള്ളതാണ്, ഇൻകമാണ്, അതുകൊണ്ട് അതിനും ക്രെഡിറ്റ് ആണ് ഉണ്ടാവുക. ഡൗൺ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയാണ്, അതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ബയേഴ്സ് അക്കൗണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതിന് കാണിക്കാൻ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ്. പിന്നെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ള ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ബയേഴ്സ് അക്കൗണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയും എൻട്രീസാണ് വെൻഡറുടെ ബുക്കിൽ വരിക. ഇതിൽ 3, 4, 5 ഇത്രയും എൻട്രീസ് റിപ്പീറ്റ് ചെയ്യും, എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യും. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ 1st January 2017, ന്യൂ കോലിയറി കമ്പനി ബോട്ട് വാഗൺസ് ഓൺ ദി ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. The cash price of the wagons was 11,175 and payment was to be made as follows. An amount of rupees 3,000 was to be paid on the signing of the agreement and the balance in 3 installments of rupees 3,000 each at the end of each year. 5% interest is charged by the wagons company per annum. The company has decided to write off 10% depreciation annually on the diminishing balance method. Pass the journal entries and open necessary ledger accounts in the books of New Colliery and Wagon Company. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, 2 പേരുടെ ബുക്കിലും, അതായത് ബയറുടെയും സെല്ലറുടെയും ബുക്കിൽ
ജേണൽ എൻട്രീസ് പാസ് ചെയ്യുക, അതേപോലെ ലെഡ്ജർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മളടുത്ത് പറഞ്ഞത് ക്യാഷ് പ്രൈസ് 11,175 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് 3,000 കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 3,000 കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 3,000 പ്ലസ് 3 ഇൻറ്റു 3,000 12,000 ടോട്ടൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡൗൺ പേയ്മെൻറ്റും ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ്സും കൂട്ടി 12,000 നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്യാഷ് പ്രൈസ് 11,175 ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോട്ടൽ പ്രൈസിൽ നിന്ന് ക്യാഷ് പ്രൈസ് ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അതായത് 12,000 മൈനസ് 11,175 ചെയ്യുമ്പോൾ കിട്ടുന്ന 825 ആണ് എന്ത്? ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് 3 ഇൻസ്റ്റാൾമെൻറ്റ്സിലും ഉൾപ്പെടുന്ന ഇൻട്രസ്റ്റ്. ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്രയാണ് ക്യാഷ് പ്രൈസ്, എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ 11,175 3,000 നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് 8,175 ആണ്. അതായത് 11,175 3,000 ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു. പിന്നെ 8,175 കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എന്താണ്, ഈ 8,175 മുകളിൽ എന്ത് കാണണം? നമ്മൾ ഇൻട്രസ്റ്റ് കാണണം. അപ്പോൾ 8,175 ഇൻറ്റു 5/100 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 409 409 കിട്ടും. അപ്പം 3,000 ആണ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3,000 409 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2,591. അതാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ വരുന്ന ക്യാഷ് പ്രൈസ്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 3,000 ആവുന്നത് എങ്ങനെയാണ്? 2,501 ക്യാഷ് പ്രൈസും 409 എന്താണ്? ഇൻട്രസ്റ്റുമാണ് അതിൽ വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കണ്ടെത്തണം. അതിന് നമ്മൾ സെക്കൻഡ് ഇയർ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാനാവുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ഡ്യൂ ഉണ്ടെന്ന് കാണിക്കണം. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 8,170 ക്യാഷ് പ്രൈസ് ഡ്യൂ ആയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ എത്ര കുറച്ചു? 2,591. അതായത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്യാഷ് പ്രൈസ് കുറച്ചു. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,584 കിട്ടും. 5,584 കിട്ടും. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? 5% ഇൻട്രസ്റ്റ് കാണണം. അപ്പം നമുക്ക് 279 കിട്ടും. 273 കിട്ടും. 279 279 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3,000 നിന്ന് 279 കുറച്ചാൽ എത്ര കിട്ടും? 2,721. അതാണ് എന്ത്? സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ വരുന്ന ക്യാഷ് പ്രൈസ്. അപ്പോൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 2,721 ക്യാഷ് പ്രൈസ് പ്ലസ് 279 ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് നമുക്ക് 3,000 വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് ഇയറിൽ വരുന്ന ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും കാണണം. തേർഡ് ഇയറിൽ അപ്പോൾ എത്ര ഡ്യൂ ആയിട്ടുണ്ട് നമ്മൾ കാണണം. എത്ര ഡ്യൂ ആയിട്ടുണ്ട്? 5,584 മൈനസ് 2,721. അപ്പോൾ 2,863 കിട്ടും. ക്യാഷ് പ്രൈസ് 2,863 കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. 3,000 ആണ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3,000 നിന്ന് 2,863 കുറയ്ക്കുമ്പോൾ 137 കിട്ടും. അങ്ങനെ നമ്മളെപ്പോഴും ലാസ്റ്റ് ഇയർ നമ്മൾ കൊടുക്കാനുള്ളതല്ലേ കൊടുക്കണ്ടോ. അപ്പോൾ ആ ലാസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യണം? ചെറിയ എമൗണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ശരിക്കും 2,863 ഇൻറ്റു 5/100 എന്ന് പറയുമ്പോൾ 137 അല്ല കിട്ടുക. അത് അഡ്ജസ്റ്റ് ചെയ്തതാണ്. കാരണം ടോട്ടൽ നമ്മൾ 3,000 കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ബാക്കി എന്ത് ചെയ്യുക? ജേണൽ എൻട്രീസ് കംപ്ലീറ്റ് എഴുതുക. രണ്ടാളുടെ ബുക്കിലും, ബയറുടെ ബുക്കിലും സെല്ലറുടെ ബുക്കിലും നമ്മൾ പറഞ്ഞ അതേ ഓർഡറിൽ ഫസ്റ്റ് തന്നെ ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടെത്തിയിട്ട്, ടോട്ടൽ ഇൻട്രസ്റ്റ് ഇവിടെ 825 അല്ലേ, അത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ കാണിച്ചിട്ട് ആ പറഞ്ഞ ഓർഡറിൽ എൻട്രീസ് എഴുതുക. പിന്നെ അതിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുക.